വലിയ വിഭാഗം ആളുകൾ വോട്ടിംഗ് മെഷീനിലും വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സർവേയില്. ഞങ്ങൾ എങ്ങനെയാ മറുപടി കൊടുക്കുന്നത്? ഒരു സെക്കൻഡ്. അല്ല, ഇത് ഇവര് രണ്ടുപേരും സ്മൃതി, ഇത് ശരിയല്ല. ഞാൻ മാത്രം രണ്ടുപേരും തടസ്സപ്പെടുന്നു. ഇവിടെ നോക്കൂ, ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ ഇവർ ഈ ആക്ഷേപങ്ങളൊക്കെ കുറെ കാലമായി ചർവണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മറുപടി അർഹിക്കാത്ത കാര്യങ്ങളാണ് പലതും ഉള്ളത്. ഇത് ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ കാലത്ത് പല വിധത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ രാജ്യത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാൻ സ്മൃതി പൂർത്തിയാക്കട്ടെ. രാജ്യത്ത് പലയിടത്തും പല രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ രാഷ്ട്രീയ പ്രസംഗങ്ങളെ മുഴുവൻ നിങ്ങൾ ഇരുന്ന് ഇവിടെ സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും. കൃത്യമായ രാഷ്ട്രീയ ബോധത്തോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കും. പണ്ട് മൻമോഹൻ സിംഗിനെ എതിരെ പ്രസംഗിച്ച പോലെ പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തിയെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുക, തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ അത് അപ്പ വെറുതെ പറഞ്ഞാണെന്ന് പറയുക. സ്മൃതി, ദയവ് ചെയ്ത് എന്നെ തടസ്സപ്പെടുത്തരുത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പല പ്രസംഗങ്ങളും ഉണ്ടാവും. ആ പ്രസംഗങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണെന്ന് നിങ്ങൾക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ കോൺഗ്രസിന് ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ മല്ലികാർജ്ജുൻ ഖാർഗെ അവർക്ക് പോലും അക്കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. തടസ്സപ്പെടുന്നത് ഞങ്ങൾ ബീഫിനും എതിരല്ല, പോർക്കിനും എതിരല്ല. ഞങ്ങൾ പോർക്കിനും എതിരല്ല, ബീഫിനും എതിരല്ല. മുഹമ്മദ്, ഞങ്ങൾ പോർക്കിനും എതിരല്ല, ബീഫിനും എതിരല്ല. ഇവിടെ ഞങ്ങൾ കൃത്യമായ കാര്യം പറയുന്നു. ഇവിടെ കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? ഞങ്ങൾ ഞങ്ങൾ കൗ സ്ലോട്ടറിങ്ങിനെതിരാണ്. കൗ സ്ലോട്ടറിങ് ആരാ ബാൻ ചെയ്തത്? കൗ സ്ലോട്ടറിങ് ആരാ ബാൻ ചെയ്തത്? ഇനി കേരളത്തിൽ ബീഫ് സിവിൽ സപ്ലൈസിൽ മല്ലിപ്പൊടി ഉപ്പും കിട്ടാണ്ടോ? അത് ആദ്യം അരുൺകുമാറിനോട് കൊടുക്കാൻ പറയും. നിങ്ങൾ അത് കൊടുക്കാം. ആരാ നിരോധിച്ചത് കൗ സ്ലോട്ടറിങ്? ആരാ നിരോധിച്ചത് കൗ സ്ലോട്ടറിങ്? കോൺഗ്രസ് നിരോധിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? മിസസ് മോഹമ്മദിന്റെ പോർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പോർക്കിനെ കുറിച്ചിട്ടും പോർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം പറയേ. കൗ സ്ലോട്ടറിങ് ആരാ നിരോധിച്ചത്? അത് പറയേ. നിങ്ങൾ പറയേ, കൗ സ്ലോട്ടറിങ് ആരാ നിരോധിച്ചത്? കോൺഗ്രസ് അല്ലേ നിരോധിച്ചത്? ഷമാ മുഹമ്മദ്, കോൺഗ്രസ് അല്ലേ കൗ സ്ലോട്ടറിങ് നിരോധിച്ചത്? കൗ സ്ലോട്ടറിങ് നിരോധിച്ചത് കോൺഗ്രസ് അല്ലേ? ഷമാ മുഹമ്മദ്, കോൺഗ്രസ് അല്ലേ നിരോധിച്ചത്? എല്ലാ സംസ്ഥാനങ്ങളും നിരോധിച്ചത് ഞങ്ങളാണോ? നിങ്ങളുടെ നിലപാടെന്താ? കോൺഗ്രസിന്റെ നിലപാടെന്താ കാര്യത്തിൽ? കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്താ? ഞങ്ങൾ അതിനെ എതിർക്കും. അല്ല, കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് ഞങ്ങൾ എതിർക്കുന്നേ. ഇവിടുന്ന് ബുഫല്ലോ ആരെങ്കിലും കയറ്റുമതി ഞങ്ങൾ എതിരല്ലേ? എനിക്ക് കേൾക്കണം. നിങ്ങൾ പറഞ്ഞിട്ട് പോ ഷമാ മുഹമ്മദ്. അഭിപ്രായമാണോ വേണ്ടത്, അതോ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ? എന്താണ് സന്ദീപ് ചോദിക്കുന്നത്? പോർക്കിനെ കുറിച്ച്. ഷമ പോർക്ക് കഴിക്കില്ലായിരിക്കും, അത് വെച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുന്നത്? മുഹമ്മദ് പറയുന്നത് ഷമാ മുഹമ്മദിന്റെ അഭിപ്രായം പറയുന്നു. ഷമാ മുഹമ്മദിന്റെ അഭിപ്രായം പറയുന്നു. കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരാൾ കഴിക്കുന്നോ കഴിക്കുന്നില്ലേ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. വേറെ ആരും കഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രശ്നം. സന്ദീപ്, സന്ദീപ് ഡോർ അടച്ചോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ശരി, ഈ ശ്രാവണ മാസത്തിലെ മട്ടൻ കറിയൊക്കെ എത്ര വേവുമെന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.